നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരായ ഇഡിയുടെ നടപടിയിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് കോൺഗ്രസ്. രാജ്യത്തെ ഇഡി ഓഫീസുകൾക്ക് മുന്നിലേക്ക് കോൺഗ്രസ് ഇന്ന് പ്രകടനം നടത്തും. നാഷണൽ ഹെറാൾഡ് കേസ് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമച്ചതുമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. പ്രതിപക്ഷ ശബ്ദങ്ങളെ ഭീഷണിപ്പെടുത്താനും നിശബ്ദമാക്കാനുമുള്ള ബി.ജെ.പിയുടെ രാഷ്ട്രീയ വേട്ടയാടലാണ് ഇത് എന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, എപ്പോഴാണ് കോൺഗ്രസിൻ്റെ പ്രതിഷേധം? കെ.സി. വേണുഗോപാലിൻ്റെ പ്രസ്താവന എവിടെയായിരുന്നു? ഈ കെ.സിയുടെ പ്രസ്താവന കേരളത്തിന് പുറത്താണോ ബാധകം, അല്ലെങ്കിൽ കേരളത്തിൽ ഇത് ബാധകമാകുമോ എന്നൊരു ചോദ്യം ആരെങ്കിലും കെ.സി. വേണുഗോപാലിനോട് ചോദിച്ചിരുന്നോ? ഷമി 10:30 കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപക പ്രതിഷേധം ആരംഭിക്കുന്നത്. ഇന്ന് ദില്ലിയിലെ പഴയ AICC ഓഫീസ് ആസ്ഥാനത്ത് നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്തേക്കാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ എല്ലാ സംസ്ഥാന തലത്തിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആഹ്വാനം ചെയ്തത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് 10:30 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ആരംഭിക്കുക. ഈ കോൺഗ്രസിന്റെ ചില ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ദേശീയ നേതാക്കളൊക്കെ തന്നെയും ഇപ്പോൾ നിലവിൽ അഹമ്മദാബാദിലാണ്. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെ തന്നെയും ചേരുന്നതിന്റെ ഭാഗമായാണ് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അവിടെയുള്ളത്. അവിടെയാണ് ഇത്തരത്തിൽ കെ.സി. വേണുഗോപാൽ ഒരു പ്രതികരണം നടത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം തീർക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതേസമയം നേരത്തെ ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ കാര്യത്തിൽ ഇഡിയുടെയും അതോടൊപ്പം മറ്റു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും സമീപനം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് ഒരു മൃദു സമീപനമാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇത്തരം കേസുകളിലൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ദേശീയ നേതൃത്വങ്ങൾക്ക് നേരെയുള്ള ഈ ഇത്തരം ആരോപണങ്ങളെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലൊക്കെ ഒന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ കടക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴും അതുമായി പ്രതികരിക്കാൻ ഇതുവരെയും ആരും തയ്യാറായിട്ടില്ല. അതേസമയം ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയും ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയുമാണ് ബി.ജെ.പി. എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഈ രാഹുൽ ഗാന്ധിക്കെതിരെയും ഒപ്പം സോണിയാഗാന്ധിക്കെതിരെയും ഈ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ടുള്ള ഈ കുറ്റപത്രം നേരത്തെ റോസ് ന്യൂ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ 25-ാം തീയതി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതിയാക്കിക്കൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇതിൽ വലിയ വിമർശനങ്ങളും ഇരുവർക്കെതിരെയും ഉണ്ട്. പ്രത്യേകിച്ചും ഈ ലക്നൗ, മുംബൈ, ഡൽഹി തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട സ്വത്ത് വകകളൊക്കെ തന്നെയും കൈയടക്കിയിട്ടുണ്ട്. അത് അനധികൃതമായുള്ള ഒരു നടപടിയിലൂടെയാണ് ഇത്തരത്തിൽ വലിയ സ്വത്ത് സമ്പാദനം നടന്നിട്ടുള്ളത് എന്ന് റഷീദ്, അതിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ സ്വത്താണ് ഈ രണ്ട് വ്യക്തികളുടെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുകൂടിയുണ്ട്. ആ പാർട്ടിക്ക് പൊതുവായി അർഹതപ്പെട്ട ആ സ്വത്തുവകകൾ സ്വന്തം പേരിലേക്ക് മാറ്റുകയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചെയ്തിരിക്കുന്നത് എന്നാണ് ആരോപണം. ഷമി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെയുള്ള ദേശീയ നേതാക്കൾ, അതായത് കോൺഗ്രസിന്റെ നേതാക്കൾ സ്ഥാപിച്ചിട്ടുള്ള ഈ നാഷണൽ ഹെറാൾഡും അതോടൊപ്പം ഈ യങ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തുവകകൾ അനധികൃതമായി പിടിച്ചടക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സോണിയാഗാന്ധിയുടെയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് കോൺഗ്രസിൽ തന്നെ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ തങ്ങൾക്ക് തന്നെ തങ്ങളുടേതായ സ്വത്തിൽ തന്നെ കൈയടക്കുന്ന അല്ലെങ്കിൽ കൈയിട്ട് വാരുന്ന ഒരു സമീപനമാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേ സമയത്താണ് ഇത്തരത്തിൽ ഈ ദേശീയ നേതാക്കൾ തന്നെ ഈ കേസിൽ ഉൾപ്പെടുമ്പോൾ അതിന് ഒരു ഉത്തരം നൽകാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ ഇതുവരെ കോൺഗ്രസ് നേതാക്കളും മറ്റു ദേശീയ നേതാക്കളും അതോടൊപ്പം സംസ്ഥാന തലങ്ങളിലെ ദേശീയ നേതാക്കളൊന്നും തന്നെ തയ്യാറാകാത്തത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും 2014 ഡൽഹി കോടതിയിൽ സുബ്രഹ്മണ്യ സ്വാമി സമർപ്പിച്ചിട്ട ഹർജിയിലാണ് 2021 ഇഡി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചത്.
ആരംഭിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും യങ് ഇന്ത്യ വഴി 50 ലക്ഷം രൂപക്ക് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ഈ കേസിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ റഷീദ്, ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ജയറാം രമേശിനെ പോലെ അങ്ങനെ ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ED തങ്ങൾക്കെതിരെ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് പൊതുവായി ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ 50 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഏതാണ്ട് 2000 കോടി രൂപയുടെ സ്വത്ത് ഈ യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ഏറ്റെടുക്കുകയാണ്. 38% വീതം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇതിൻ്റെ അകത്ത് ഓഹരി ഏതാണ്ട് 76% ഇവരുടെ മാത്രം നിയന്ത്രണത്തിലേക്ക് വരികയാണ് ആ ട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിശദീകരണം കോൺഗ്രസ്സിന് നൽകാനുണ്ടോ? ഇങ്ങനെ ഏറ്റെടുത്തതിന് ശേഷം ഈ നാഷണൽ ഹെറാൾഡ് പത്രം പുനഃപ്രസിദ്ധീകരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ഈ കാലയളവിൽ ഇവർ ചെയ്തതായി ഇവർക്ക് പറയാനുണ്ടോ? അതായത് തങ്ങൾ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കാൻ ഉള്ള എന്തെങ്കിലും വാദം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉയർത്താനുണ്ടോ? ഷമി, ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതാക്കളും അതോടൊപ്പം സംസ്ഥാന തലങ്ങളിലെ ദേശീയ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. നേരത്തെ ഈ ജയറാം രമേശ് മാത്രമാണ് ഇതിൽ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കൃത്യമായിട്ടൊരു മറുപടിയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജയറാം രമേശ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ ഈ ദേശീയ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയവൽക്കരിക്കുകയും അതിനുവേണ്ടി തങ്ങൾക്ക് നേരെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഉയർത്തിയത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വിശദീകരണം നൽകാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു സ്വത്ത് സമ്പാദനം നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ അനധികൃതമായി നടത്തിയിട്ടുള്ള ഈ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ചും ഈ ദേശീയ നേതാക്കൾ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയരുന്ന സമയത്ത് അതിനെ വിശദീകരണം നൽകാൻ ഈ മറ്റു നേതാക്കൾക്ക് പോലും കഴിയുന്നില്ല എന്നൊരു സാഹചര്യമാണ്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇത്തരത്തിൽ ഈ 50 ലക്ഷം രൂപക്ക് അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡ് 2000 കോടി വിലമതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി ആണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഇനി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടോ? സംസ്ഥാന ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആരൊക്കെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇനി മുന്നോട്ട് വരുന്നത് എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ സോണിയാഗാന്ധിക്കെതിരെയും അതോടൊപ്പം രാഹുൽ ഗാന്ധിക്കെതിരെയുമാണ് പ്രധാനമായും ഈ കുറ്റപത്രത്തിൽ ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഹർജി 25-ാം തീയതി പരിഗണിക്കുമെന്നാണ് റോസ് അവന്യൂ കോടതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്താനും ഇത്തരത്തിൽ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടാനും തന്നെയാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകും തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകാൻ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും അതോടൊപ്പം മറ്റു നേതാക്കളും തയ്യാറാകുന്നില്ല. ഷമി, റഷീദ്, ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ AJL ഏറ്റെടുക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ. അപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആ വിഷയത്തിൽ ഇടപെടുന്നു. യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വഴി അവർ ആ സ്ഥാപനത്തെ നവീകരിക്കാൻ പുനരുദ്ധരിക്കാൻ ഇടപെടുന്നു. ആ ഭാഗം വരെ ശരിയായ ഒരു നിലപാടാണെന്ന് നമുക്ക് പറയാം. അതിനുശേഷം തങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം എന്ത് പുരോഗതി ഈ സ്ഥാപനങ്ങൾക്കുണ്ടായി, എന്ത് കാര്യങ്ങൾ തങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു? ഇങ്ങനെ കൃത്യമായ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും നൽകാൻ കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാകും. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങൾ വ്യക്തമാകും. പക്ഷേ അങ്ങനെ ഒരു വിശദീകരണം എന്തുകൊണ്ട് കോൺഗ്രസ്സിന് സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് നൽകാൻ കഴിയുന്നില്ല? ഇപ്പോൾ EDയുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തോടുള്ള സമീപനം സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല?
ഷമ്മി, അത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശദീകരണം നടത്തുകയാണെങ്കിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഇതിലുള്ള സംശയങ്ങൾ മാറുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെയും തയ്യാറായില്ല. പ്രത്യേകിച്ചും ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരണങ്ങൾ പെട്ടെന്ന് ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും ഈ ആരോപണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വിശദീകരണം നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ചും ഈ യങ് ഇന്ത്യ ഏറ്റെടുത്തതിനു ശേഷം ഈ കോൺഗ്രസിനും അതോടൊപ്പം പാർട്ടിക്കും ഏത് തരത്തിലാണ് പ്രയോജനം ഉണ്ടായിട്ടുള്ളത്, അത്തരത്തിൽ ഈ പത്രവുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് വളർച്ചയുണ്ടായിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇനിയും വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെയും മറച്ചു വെക്കുന്നതിൽ ഈ കേസിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ദേശീയ നേതാക്കളായിട്ടുള്ള സോണിയാഗാന്ധിയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും മൗനം വെടിയുന്നത് കോൺഗ്രസ് നേതാക്കളെയും ഏറെ പ്രതിരോധത്തിലാക്കുകയാണ്. ഇത്തരത്തിൽ ഈ ദേശീയ മാധ്യമങ്ങൾ അടക്കം ഇത്തരത്തിൽ ചോദ്യം റഷീദ് ഇപ്പോൾ റഷീദിലേക്ക് മടങ്ങിയെത്താം.